സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞു BJPയും കേന്ദ്ര സർക്കാരും ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്ന്. അത് ശരിവെക്കുന്ന തരത്തിലാണ് സ്വന്തം കസേര തെറിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ കൂടിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി അമിത്ഷായെ ചെന്ന് കണ്ടിരിക്കുന്നത്. സമീപകാലത്ത് അഥവാ മോദി ഭരണത്തിൽ പാർലമെൻറ്റിൻ്റെ വളപ്പിലേക്ക് എത്തുന്ന ആദ്യ സമരമായി CJP പ്രതിഷേധം മാറുകയാണ്. അപ്പോൾ ഇന്നലെ വരെ കളിച്ച മതജാതി രാഷ്ട്രീയ കാർഡുകൾ കൊണ്ടൊന്നും ഇതിനെ ഒതുക്കി തീർക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇളകിയിരിക്കുന്നത് രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന യുവാക്കളും വിദ്യാർത്ഥികളുമാണ് എന്നോർക്കണം. ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കർഷകരും ബാക്കിയുള്ള ജനങ്ങളെല്ലാം പിന്നാലെ എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മണിപ്പൂർ കത്തുമ്പോഴും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിക്ക് പക്ഷെ ജൻസികൾ നയിക്കുന്ന ഈ സമരത്തെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് കോട്ടയ്ക്കകത്ത് കടകരച്ചിരിക്കാനോ കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ച് വിദേശത്തേക്ക് പറക്കാനോ ഇനി സാധിക്കില്ല. നീറ്റ് പരീക്ഷയിലെ വൻക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJP നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. പാർലമെൻറ്റ് വർഷകാല സമ്മേളനം ആരംഭിച്ച് ഇന്ന് രാവിലെ ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിച്ച പാർലമെൻറ്റ് മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് തലസ്ഥാനം യുദ്ധക്കളമായി മാറിയത്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ക്രൂരമായി ലാത്തിവീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മർദ്ദനമുറകൾക്ക് മുന്നിൽ പിന്മാറാൻ യുവാക്കളും വിദ്യാർത്ഥികളും തയ്യാറായില്ല. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ റെയിൽ ഭവന്റെ സമീപത്തു നിന്ന് ഇരച്ചെത്തിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിന് തൊട്ടടുത്ത് എത്തുകയായിരുന്നു. ഒരു സമരം പാർലമെന്റിന്റെ ഇത്രയും അരികിലെത്തിയതോടെ സുരക്ഷാ ഏജൻസികൾ പൂർണ്ണമായും പരിഭ്രാന്തിയിലായി. കാരണം അകത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സഭയ്ക്കുള്ളിൽ ഉള്ളപ്പോൾ തന്നെ പാർലമെന്റിന്റെ മുഴുവൻ കവാടങ്ങളും അടിയന്തരമായി അടച്ചുപൂട്ടി. അകത്തുള്ളവരെ പുറത്തുവിടാനോ പുറത്തുള്ളവരെ അകത്ത് കയറ്റാനോ അനുവദിക്കാതെ കനത്ത ജാഗ്രതയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയത്. സമരം കടുത്തതോടെയാണ് പാർലമെന്റിനുള്ളിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചെന്ന് കണ്ടത്. സമരം മെട്രോ സ്റ്റേഷനുകളിലേക്കും പടർന്നതോടെ തലസ്ഥാനത്തെ പ്രധാന മെട്രോ സ്റ്റേഷനുകളും പോലീസിന് അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതിനിടെ സമരം നയിക്കുന്ന പ്രമുഖ നേതാവും നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാർക്കൊപ്പം ചേരാനെത്തിയ CJP നേതാവ് അഭിജിത്ത് ദിബ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അവരുടെ വക്താവ് സൗരഭ് ദാസ് വെളിപ്പെടുത്തുകയുണ്ടായി. പോലീസ് നടപടികളെയും അതിക്രമങ്ങളെയും കാറ്റിൽ പറത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും ജന്തർ മന്ദറിൽ സമരം തുടരുകയാണ്. മറുവശത്ത് പാർലമെന്റിലും വിഷയം വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും ശക്തമായ ബഹളം വെച്ചതോടെ സഭാ നടപടികൾ 4ലധികം തവണ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഒടുവിൽ BJP അധ്യക്ഷൻ JP നഡ്ഡയുമായി CJP പ്രതിനിധികൾ ചർച്ച നടത്തുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനുള്ളിൽ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാമെന്ന് നഡ്ഡ ഉറപ്പ് നൽകിയെങ്കിലും മന്ത്രിയുടെ രാജിയല്ലാതെ സമരരംഗത്ത് നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥി സമൂഹം.